നമ്മൾ പറഞ്ഞു ഇത് ഫൈസൽ മുസ്ലിയാർ എഴുതിയ പുസ്തകമാണ്. 3 പതിപ്പുകൾ ഈ പുസ്തകത്തിൻ്റെത് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ പുസ്തകത്തിൽ അള്ളാഹുവിൻ്റെ തൗഹീദിനെതിരെ നിരവധി ദുർവ്യാഖ്യാനങ്ങളുണ്ട്. ഈ ആയത്തിന് പുറമെയും ഖുർആനിലെ ആയത്ത് ദുർവ്യാഖ്യാനങ്ങളുണ്ട്. അതുപോലെ തന്നെ കെ മൗലവി അടക്കമുള്ള പണ്ഡിതന്മാരുടെ പേരിൽ വ്യാജം എഴുതി വെച്ചിട്ടുണ്ട്, കളവെഴുതി വെച്ചിട്ടുണ്ട്. ഒന്ന് ഖുർആനിന്റെ പേരിൽ എഴുതിയിട്ടുണ്ട്, തഫ്സീറുകളുടെ പേരിൽ എഴുതിയിട്ടുണ്ട്, ഉലമാഇന്റെ പേരിൽ കളവെഴുതിയിട്ടുണ്ട്. കേരള നദുവത്തുൽ മുജാഹിദീന്റെ അമരക്കാരായിരുന്ന കെ മൗലവിയെ പോലെ, വക്കം മൗലവിയെ പോലെയുള്ള ആളുകൾ പറഞ്ഞത് അത് കളവായി ഉദ്ധരിച്ച് തന്റെ വാദം സമർത്ഥിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം മഞ്ചേരിയിൽ വെച്ചുകൊണ്ട് പറഞ്ഞതുപോലെ നിങ്ങൾ ഒന്നുകിൽ ഈ ഒരു തരത്തിലുള്ള ഈ മൗലവി പറയുന്നത് പോലെ അല്ലെങ്കിൽ അനസ് മുസ്ലിയാർ പറയുന്നത് പോലെ ഒരു കൃത്രിമവും ഇതിലില്ല. നേരെ മറിച്ച് അതൊക്കെ ദീനിന്റെ അടിസ്ഥാന തത്വങ്ങൾ കൊണ്ട് സ്ഥിരപ്പെടുത്തിയതാണ് എന്ന് അദ്ദേഹം പറയണം. അതല്ലെങ്കിൽ അദ്ദേഹം ഈ കിതാബ് വെച്ച്, അദ്ദേഹത്തിന്റെ ഈ പുസ്തകം വെച്ച് ചർച്ചയ്ക്കിരിക്കണം. കാരണം ഇതിൽ ഖുർആനിനെതിരെ കളവുണ്ട്, ഇതിൽ കൃത്രിമങ്ങളുണ്ട്, പണ്ഡിതോദ്ധരണികളിൽ കൃത്രിമങ്ങളുണ്ട്, കെ മൗലവി അടക്കമുള്ള പണ്ഡിതന്മാരുടെ പേരിൽ കളവുണ്ട്. മുജാഹിദ് പണ്ഡിതന്മാരുടെ പേരിൽ മാത്രമല്ല, കഴിഞ്ഞുപോയ, നമുക്ക് മുമ്പേ കഴിഞ്ഞുപോയ മുഫസ്സിറുകളായ ആളുകള്, അതുപോലെ തന്നെ മുഹദ്ദിസുകളായ ആളുകള്, അവരുടെ പേരിൽ കളവുണ്ട്. കളവിന്റെ ഒരു പെരുങ്കൊട്ടയാണിത്. പക്ഷെ ഈ പുസ്തകത്തിൽ പേര് കൊടുത്തിപ്പോ തൗഹീദിന്റെ മൗലികത എന്നാണ്. അറബിയിൽ പേരെഴുതി തെറ്റിച്ചിട്ട് 2 എണ്ണം, അത് പോട്ടെ. അപ്പോൾ തൗഹീദിന്റെ മൗലികത എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര്. ഇത് ശിർക്കിന്റെ മൗലികത സ്ഥാപിക്കാൻ എഴുതിയ പുസ്തകമാണ്. ഇത് ആരോപണമായി പറയുകയല്ല, ഇത് സത്യസന്ധമായി തെളിയിക്കാൻ കഴിയുന്ന കാര്യമാണ്.